ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് ഈ നടപടി. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, ഒരു ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് സമർപ്പിച്ചത്. ഒരു ദിവസത്തേക്ക് ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. എന്തൊക്കെ വിവരങ്ങൾ തന്ത്രിയിൽ നിന്നും ഇനിയും ലഭിക്കേണ്ടതുണ്ട് സൈറ്റിക്ക്? ആര്യ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റിലായ ശേഷം ഇതാദ്യമായിട്ടാണ് SITയുടെ കസ്റ്റഡിയിലേക്ക് വരുന്നത്. തന്ത്രിയെ നേരത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. അതിനുശേഷം രണ്ടാമത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിന്നീട് കഴിഞ്ഞ ദിവസമാണ് തന്ത്രിയുടെ കസ്റ്റഡി അപേക്ഷ SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. ഒരു ദിവസത്തെ കസ്റ്റഡി മതി എന്നായിരുന്നു ആ അപേക്ഷയിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അത് ചോദിച്ച് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിച്ചിരിക്കുന്നത്. SITയുടെ കസ്റ്റഡി അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി അംഗീകരിച്ചു. ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരൊറ്റ ദിവസത്തെ കസ്റ്റഡിയിലേക്ക് വിടുമ്പോൾ തിരുവനന്തപുരത്തേക്ക് SIT ഓഫീസിലേക്ക് കൊണ്ടുവരാറില്ല. അപ്പോൾ തന്ത്രിയെ മിക്കവാറും കൊല്ലം പോലീസ് ക്ലബ്ബിൽ വെച്ച് ചോദ്യം ചെയ്യാനാണ് സാധ്യതയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, അതിനൊപ്പം തന്നെ ഈ കൊടിമരത്തിന്റെ വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് ആ റെയ്ഡിനിടെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട ചില വ്യക്തതകൾ കൂടി വരുത്തേണ്ടതുണ്ട്. ഒപ്പം തന്ത്രിയുടെ വീട്ടിൽ നടന്ന പരിശോധനയിൽ പിടിച്ചെടുത്ത രേഖകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി തന്ത്രിയോട് ചോദിക്കേണ്ടി വരും. ഏതായാലും ഈ ഒറ്റ ദിവസത്തെ കസ്റ്റഡി തന്നെയാണ് SIT ആവശ്യപ്പെട്ടത്. അപ്പോൾ അത്രയും ചുരുക്കം ചില കാര്യങ്ങളിലുള്ള വ്യക്തതയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളത് വ്യക്തമാണ്.